ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ഇന്ത്യൻ ബൌളിംഗ് നിരയിലെ ഏറ്റവും വലിയ ദുരന്തമായി ഫാസ്റ്റ് ബൌളർ മുഹമ്മദ് സിറാജ് മാറിയിരിക്കുന്നു എന്നാണ് ആരാധകർ പ്രതിഷേധിക്കുന്നത്. സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ ടീമിനായി കൈമെയ് മറന്ന് പന്തെറിഞ്ഞപ്പോൾ മറുഭാഗത്ത് സിറാജ് റൺസ് വാരിക്കോരി നൽകി ഓസീസ് ടീമിനെ സഹായിക്കുകയായിരുന്നു എന്നാണ് ആക്ഷേപം. വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കാതെ പോയത് മാത്രമല്ല, റൺസ് അനായാസം വിട്ടുകൊടുത്തതും അദ്ദേഹം ഇന്ത്യൻ ബൌളിംഗ് നിരയിലെ വില്ലനായി മാറുന്നതിന് കാരണമായി. മെൽബൺ ടെസ്റ്റിൽ ഓസ്ട്രേലിയൻ ടോട്ടൽ 450 കടക്കാൻ പ്രധാന കാരണക്കാരൻ മുഹമ്മദ് സിറാജ് തന്നെയാണ്. കാരണം ഒന്നാം ഇന്നിംഗ്സിൽ ഓസീസ് നേടിയ 474 റൺസിൽ 122 റൺസും സിറാജിന്റെ സംഭാവനയായിരുന്നു. 23 ഓവറുകളാണ് സിറാജ് ബൌൾ ചെയ്തത്. ഇവയിൽ 3 മെയ്ഡനുകളടക്കം 5.3 എന്ന എക്കണോമി റേറ്റിലാണ് 122 റൺസ് സിറാജ് വിട്ടുകൊടുത്തത്. ഒരു വിക്കറ്റ് പോലും വീഴ്ത്താനുമായില്ല. ആദ്യ ഇന്നിംഗ്സിലെ ദയനീയ ബൌളിംഗ് പ്രകടനത്തിന് പിന്നാലെ ആരാധകരിൽ നിന്നും വലിയ വിമർശനങ്ങളും പരിഹാസങ്ങളുമാണ് സിറാജ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ടെസ്റ്റ് ഇന്നിംഗ്സിൽ IPLലെ ഇക്കണോമി റേറ്റിലാണ് മുഹമ്മദ് സിറാജ് ബൌൾ ചെയ്തിരിക്കുന്നത്. ഫാസ്റ്റ് ബൌളർമാരെ തുണയ്ക്കുന്ന ഓസ്ട്രേലിയൻ പിച്ചിൽ പോലും സിറാജ് പരാജയമായിരിക്കുകയാണെന്നും പരിചയസമ്പന്നനായ മുഹമ്മദ് ഷമിയെ ഇന്ത്യൻ ടീം വളരെയധികം മിസ് ചെയ്യുന്നതായും ആരാധകർ ചൂണ്ടിക്കാട്ടി. അവസാനത്തെ 5 ഇന്നിംഗ്സുകളെടുത്താൽ വളരെ ദയനീയമാണ് സിറാജിന്റെ എക്കണോമി റേറ്റ് എന്ന് കാണാം. ഒന്നിൽ പോലും അദ്ദേഹത്തിന്റെ എക്കണോമി റേറ്റ് 4 താഴെ പോയിട്ടുമില്ല. 4, 6.75, 4.15 എന്നിങ്ങനെയാണ് പേസറുടെ എക്കണോമി റേറ്റുകൾ. അഗ്രഷൻ മാത്രമല്ല, കുറച്ചു നല്ല എക്കണോമിയിൽ പന്തെറിയാൻ കൂടെ പഠിക്കുന്നതാണ് ആരാധക രോക്ഷം. സെലക്ട് ചെയ്യാൻ പറഞ്ഞു കൊടുക്കുന്ന കോഹ്ലി ബോൾ ചെയ്യാൻ പറഞ്ഞു കൊടുക്കണമെന്നും ആക്ഷേപമുയരുന്നുണ്ട്.